എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചക്ക ഒഴിക്കുന്ന റെസിപ്പി ആയിട്ടാണേ. ഞാനിപ്പോൾ ഇവിടെ ഒരു ചക്കയുടെ അരമുറി എടുക്കുന്നുള്ളൂ. അതിൻ്റെ മുള്ളെല്ലാം ചെത്തിക്കളഞ്ഞ് ചോളം മാത്രം പറിച്ചെടുത്ത് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. ഞാനിവിടെ ചക്കയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് വേവിക്കാനായിട്ടൊരു പാത്രം എടുത്തു. ഇതെല്ലാം അതിനകത്തോട്ട് കുടഞ്ഞിട്ടതിന് ശേഷം ഞാനിവിടെ ഒരു കുറച്ച് തൽക്കാലത്തേക്ക് ഇപ്പം ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ ചക്കക്കുരു ഇട്ട് ചക്ക ഒഴിക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം അത് ചക്കക്കുരു ക്ലീൻ ചെയ്യുന്ന ഒരു മടി കൊണ്ട് കുറച്ച് മാത്രമേ ഇപ്പം എടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ ചാതും കൂടി ചക്കക്കുരും കൂടി ഇട്ട് കൊടുത്തു. അതിനകത്തോട്ട് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം അതൊഴിച്ച് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് ഈ ചക്കയൊന്ന് വേവിച്ചെടുക്കാം. ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാൻ അതിന് വേണ്ടി ഇവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, കാന്താരി മുളക്, വെളുത്തുള്ളി, കുരുമുളക് പൊടി, ജീരകം, ഇത്രയാണ് നമുക്കൊന്ന് മിക്സിയുടെ ജാറിനകത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നേരത്തെയൊക്കെ ആണെങ്കിൽ ഈ അരകല്ലെ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് നീക്കത്തേ ഉള്ളായിരുന്നു. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് മിക്സിയുടെ ജാറിനകത്തിട്ടിട്ട് ഒന്ന് അരപ്പെല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ചക്ക എന്ത് വയന്ന് നോക്കാം. ചക്ക ഇവിടെ നല്ലതുപോലെ വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ അരപ്പിടുന്നതിന് മുമ്പ് തന്നെ ചക്കയ്ക്കും അരപ്പിനും ആവശ്യമായ ഉപ്പും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഈ ചക്കയ്ക്കകത്തോട്ട് അരപ്പ് തട്ടിയതിന് ശേഷം ആ മിക്സിയുടെ തന്നെ ജാറ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് കഴുകി നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ചെറിയ 1-2 മിനിറ്റ് കുറഞ്ഞ തീയിലൊന്ന് ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് ആവി കയറ്റണം. നമുക്ക് ചക്കയും തുറന്ന് നോക്കാം. ഇവിടെ ഇപ്പം അരപ്പിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഉരുവിട്ടതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ തൊട്ട് താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റായിട്ട് അറിയിക്കുകയും വേണം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക കുഴച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി തുടർന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും.